എനിക്കറിയാം സത്യം എന്താണെന്ന്. കാല് പിടിച്ച് യാചിച്ച് വാങ്ങിയത്രേ. എന്റെ പട്ടി പോകും നിന്റെ അച്ഛന്റെ കാല് പിടിക്കാൻ. അതിപ്പോഴല്ലേ, അന്ന് പട്ടിയില്ലായിരുന്നല്ലോ. അച്ഛനും അമ്മയും കൂടെ ആണല്ലോ കൊടയത്തൂര് പോയത്. നീ പോടി. നിനക്ക് എന്താ അറിയാം? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ട് എന്നോട് തർക്കിക്കാൻ നിൽക്കല്ലേ? എനിക്കെല്ലാം അറിയാം. വേറെ ആരുമല്ല, ഇവിടുത്തെ അച്ഛനും ചന്ദ്രമാമനും അച്ഛമ്മയും വേണ്ടപ്പെട്ട എല്ലാരും എന്നോട് സത്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതെല്ലാം കള്ളത്തരം അല്ലേടി? ഞാൻ നാക്കെടുത്ത കള്ള മാത്രമേ പറയൂന്ന് അല്ലേടി? അമ്മയ്ക്കറിയാലോ അമ്മ ആരാണെന്നും എന്താണെന്നും. ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ. നീ എനിക്കെതിരെ കുരയ്ക്കാൻ തുടങ്ങിയല്ലേടി? ഇത്രയും നാളും പഞ്ചപാവമായിട്ട് അഭിനയിക്കായിരുന്നു അല്ലേ? അഭിനയിച്ചതല്ല, സഹിച്ചതാ. ഒരുപാട് ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ച ആളാണല്ലോ എന്ന് ഓർത്തിട്ട്. ആ കാലത്തൊക്കെ അമ്മ എനിക്ക് തന്ന സ്നേഹം എന്റെ മനസ്സിൽ ഇന്നും മായാതെ കിടപ്പുണ്ട്. അതും കൂടി മായ്ച്ചു കളഞ്ഞേക്കടി, സൂക്ഷിച്ചു വെക്കണ്ട. ഏതായാലും നിന്നെ ഇത്രയും വളർത്തിയല്ലോ, ഇനി ഈ ഭാരം ചുമക്കേണ്ട ആവശ്യം എനിക്കില്ല. നിന്റെ കല്യാണം നടത്താൻ പോവാ ഞാൻ. കല്യാണോ? ആ, കല്യാണം. എന്താ ഒരിടത്തും കേട്ടിട്ടില്ലാത്ത പോലെ. ലോകത്തെല്ലായിടത്തും നടക്കുന്ന സംഗതി തന്നെയാ. നിന്റെ നോട്ടും ഭാവം കണ്ടാ തോന്നുന്നു നിന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചെന്ന്. ഇതിനേക്കാൾ ഭേദം അത് തന്നെയാ. എന്നാ പിന്നെ പോയി തൂങ്ങിച്ചാവടി. കയറും സാരിയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതും പോരാന്നാണെങ്കി പുതിയത് വാങ്ങിച്ചേരാം. ഇപ്പൊ എന്നെ കൊണ്ട് അമ്മയ്ക്ക് എന്താ ശല്യം? നിനക്കേ ഇത്രയും കാലം ചെലവിന് തന്നില്ലേ, ഇനി അത് പറ്റില്ല. ചെലവിന് തന്നെങ്കിൽ അതിന്റെ 10 ഇരട്ടി ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. ആഹാ, നീ എല്ലാത്തിനും കണക്ക് വെച്ചിട്ടുണ്ടല്ലേടി? ഇനി നീ ഇവിടുത്തെ ജോലി ചെയ്യണ്ട, ഇവിടുന്ന് പോയി തന്നാ മതി. +2 കഴിഞ്ഞോട്ടെ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. എങ്ങോട്ട് പോകും നീ? എങ്ങോട്ടെങ്കിലും. അങ്ങനെ എങ്ങോട്ടെങ്കിലും പോയാലേ സമാധാനം പറയേണ്ടത് ഞങ്ങളാ. തോന്നിവാസം പോകാന്നുള്ള നിന്റെ പൂതി മനസ്സിൽ വെച്ചാ മതി. ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് നിന്റെ കാര്യത്തിൽ. നിന്റെ കല്യാണം നടത്തി തരാന്നുള്ളതാ അത്. വേറൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ. എന്റെ അച്ഛന് കൊടുത്ത വാക്ക്, പഠിപ്പിച്ച് ഉദ്യോഗം വാങ്ങിച്ചു കൊടുത്തോളാമെന്ന്. ഞാനങ്ങനെ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അച്ഛൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, അതെന്റെ അടുത്ത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നിന്നെ പഠിപ്പിച്ച് ഉദ്യോഗം വാങ്ങി തന്നാ എനിക്കെന്താ പുണ്യം കിട്ടോടി? അതെനിക്കറിയില്ല. എന്റെ ജോലി ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പഠിക്കാന്നുള്ളത്. ജോലി വാങ്ങി തരണ്ട, പഠിപ്പിച്ചാ മതി, ഡിഗ്രി വരെയെങ്കിലും. ഓഹോ, നീ അതും വിചാരിച്ചോണ്ടിരിക്കയാണോ? ഞാൻ ഈയിടെ വേറൊരു സത്യം കൂടി അറിഞ്ഞു. അച്ഛമ്മ പറഞ്ഞതാ. എന്താടി? അവസാനം എന്റെ അച്ഛൻ എന്നെ കാണാൻ വന്നപ്പോ അമ്മ അച്ഛനോടൊരു വാക്ക് പറഞ്ഞിരുന്നു. എന്തു വാക്ക്? പറ കേക്കട്ടെ. എനിക്ക് വേണ്ടി ഓരോ മാസവും ഓരോ പവൻ സ്വർണം വീതം അച്ഛനും അമ്മയും കൂടി വാങ്ങി സൂക്ഷിക്കുമെന്ന്. 250 പവൻ സ്വർണം തന്ന് എന്റെ കല്യാണം നടത്തുന്നു. ഒന്ന് ഓർത്തു നോക്കിയേ, എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന്.